ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ ലാറ്റിസ് പോയിന്റ് ഓഫ് എ ക്രിസ്റ്റൽ ഓഫ് ഹൈഡ്രജൻ അയോഡൈഡ് ആർ ഒക്യുപ്പൈഡ് ബൈ. ഹൈഡ്രജൻ അയോഡൈഡിൻ്റെ ലാറ്റിസ് പോയിന്റ് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത് ഹൈഡ്രജൻ അയോഡൈഡ് മോളിക്യൂളായിട്ടാണ്. അപ്പോൾ ഹൈഡ്രജൻ അയോഡൈഡ് മോളിക്യൂളാണ് ഇതിൻ്റെ ലാറ്റിസ് പോയിന്റ് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത്. കാരണം HI മോളിക്യൂൾ എന്ന് പറയുന്ന ഒരു കോവലൻ്റ് മോളിക്യൂളാണ്. ഇതെന്തായാലും ആറ്റംസ് ആയിട്ടോ അല്ലെങ്കിൽ ഇത് മോളിക്യൂൾസ് ആയിട്ടോ സെപ്പറേറ്റ് ചെയ്യില്ല, അയോൺസ് ആയിട്ട് വരില്ല. കാരണം ഇതിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അയോണിക് അല്ല, മോർ കോവലൻ്റ് ആണ്. സോ ഇത് ഓപ്ഷൻ എ HI മോളിക്യൂളായിട്ടാണ് ഒക്യുപ്പൈ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് പെർ ആറ്റം പ്രസൻറ്റ് അറ്റ് എ ക്യൂബിക് ക്ലോസ്ഡ് പാക്ഡ് സ്ട്രക്ചർ. ഒരു ക്യൂബിക് ക്ലോസ്ഡ് പാക്ഡ് സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ അതിലത്തെ ഒക്ടാഹെഡ്രൽ വോയിഡിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. ഇഫക്റ്റീവ് ആറ്റത്തിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഒക്ടാഹെഡ്രൽ വോയിഡ്സ് പെർ ആറ്റം എന്ന് പറയുന്നത് 4/4 ആണ് വരിക. ദാറ്റ് ഈസ് 1 ആണ് ആൻസർ വരിക. അപ്പോൾ ഓപ്ഷൻ 1. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഈസ് നോട്ട് എ ഫെറോ ഇലക്ട്രിക് കോമ്പൗണ്ട്. അപ്പോൾ ഈ ഫെറോ ഇലക്ട്രിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഇലക്ട്രിക് പോളറൈസേഷൻ ഉണ്ടാവും. നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ്, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിൽ ഫെറോ എന്നുള്ള നെയിം ഫെറോ ഉണ്ടെന്ന് വെച്ചിട്ട് ഓൾവേസിൽ അതിനകത്ത് അയൺ കണ്ടെയ്ൻ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതിൽ ഫെറോ ഇലക്ട്രിക് കോമ്പൗണ്ട് അല്ലാത്തത് ഓപ്ഷൻ ബി ആണ്. ഇതൊരു കോംപ്ലക്സ് ആണ്, ഇത് ഒരിക്കലും ഫെറോ ഇലക്ട്രിക് കോമ്പൗണ്ട് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട് ഇൻ ദി resultant solution if it is obtained by mixing 300 gram of 30% and 200 gram of 20% solution by weight. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ മൊളാരിറ്റീൻ്റെ മിക്സിങ്ങിൽ ഉപയോഗിക്കുന്ന അതേ ഇക്വേഷൻ ഇവിടെ ഉപയോഗിച്ചിട്ട് പെർസെൻറ്റേജും അതേ രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ M1 V1 + M2 V2 = MV ചെയ്യുന്ന അതേ ഫോർമാറ്റിൽ ഇതിനെ ചെയ്യാം. അപ്പോൾ 300 gram, അപ്പോൾ ഞാൻ എഴുതി 30% ഇൻറ്റു 300 gram. അപ്പോൾ 300 × 30 പ്ലസ് പിന്നെന്താ 20% 200 gram. അപ്പോൾ 20 × 200. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഇതിൻ്റെ പുതിയ പെർസെൻറ്റേജ് എന്താണെന്ന് നമുക്കറിയില്ല, ഇൻറ്റു ഇതിൻ്റെ ടോട്ടൽ മാസ് എടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ 300, ഇവിടെ 200, ടോട്ടൽ മാസ് എന്ന് പറഞ്ഞാൽ 500 ആണ്. നമുക്ക് എല്ലാത്തിലും 0 അങ്ങ് കട്ട് ചെയ്യാം. 300, 200, 500 0 ഒക്കെ കട്ട് ചെയ്താൽ 3 × 3 990 വരും, പ്ലസ് 2 × 20 40 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു P × 5 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 130 വരും. 130 / 5 ആണ് ഈക്വൽ ടു P ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ 130 / P എന്ന് പറയുമ്പോൾ P ഈസ് ഈക്വൽ ടു നമുക്ക് 13, 10ൽ 2 പിന്നെ 30 വന്നു കഴിഞ്ഞാൽ 6, അപ്പോൾ 26%. ആൻസർ 26%. ബി ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ എക്സാമ്പിൾസ് ഓഫ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആർ. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് പോസിറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കേണ്ടത്. പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് അതിന് ഓൾറെഡി ഉള്ള നല്ലൊരു ബോണ്ട് ഉണ്ട്, ഹൈഡ്രജൻ ബോണ്ടൊക്കെയാണ് നോർമലി ഉണ്ടാവുക. അത് ബ്രേക്ക് ചെയ്തിട്ട് വീക്ക് ബോണ്ടായിട്ട് മാറാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആനിലിൻ പ്ലസ് അസറ്റോൺ മിക്സ് ചെയ്യുന്ന സമയത്ത് അവിടെ പുതിയ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ പുതിയ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ അത് നെഗറ്റീവ് ഡീവിയേഷനാണ് കാണിക്കുക, സ്ട്രോങ് ബോണ്ടായിട്ട് മാറുക ചെയ്യുക. അസറ്റിക് ആസിഡ് പ്ലസ് പിരിഡിൻ, അവിടെ അതുപോലെ തന്നെ അസറ്റിക് ആസിഡും പിരിഡിനും തമ്മിൽ പുതിയ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. ഇതും നെഗറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിളാണ്. HCl പ്ലസ് വാട്ടർ, ഇനി ആസിഡ് പ്ലസ് വാട്ടർ എന്ന് പറയുന്നത് നെഗറ്റീവ് ഡീവിയേഷനാണ്. ലാസ്റ്റ് വൺ സൈക്ലോഹെക്സെയിൻ പ്ലസ് എത്തനോൾ. അപ്പോൾ സൈക്ലോഹെക്സെയിൻ പ്ലസ് എത്തനോൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ഡീവിയേഷനാണ്. എത്തനോളിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്ങിന് ഈ സൈക്ലോഹെക്സെയിൻ ഇടയിൽ വരുന്ന സമയത്ത് ബ്രേക്കായി പോവുക ചെയ്യുക. ഓക്കെ, പിന്നെ അതിന് റിസൾട്ടിങ് ബോണ്ട് എന്ന് പറയുന്നത് വീക്ക് ബോണ്ടാണ്. ഓക്കെ, അപ്പോൾ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ദാറ്റ് ഈസ് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ് 300 K 2 പ്യുവർ ലിക്വിഡ്സ് A and B have 150 mm Hg and 100 mm Hg vapor pressure respectively. In an equimolar liquid mixture of A and B, the mole fraction of B in the vapor mixture at this temperature is. ഓക്കെ, അപ്പോൾ നമുക്ക് വേപ്പർ ഫേസിലത്തെ മോൾ ഫ്രാക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വേപ്പർ ഫേസിലത്തെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും അതിൻ്റെ പ്രഷർ ടോട്ടൽ കണ്ടുപിടിക്കണം. നമ്മൾ ഇക്യുമോളാർ മിക്സർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കുക അതിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 0.5 ആയിരിക്കും. കാരണം ഒന്ന് X ആണെങ്കിൽ മറ്റേത് X, അപ്പോൾ X/2X അല്ലേ വരിക. അത് എപ്പോഴും
0.5 ആയിരിക്കും. അപ്പോൾ പ്രഷർ ടോട്ടൽ കണ്ടുപിടിക്കാൻ ശരിക്കും ഇതും കണ്ടുപിടിക്കേണ്ട. ഓക്കെ, നമുക്ക് ഏതായാലും ഇത് ഈ രീതിയിൽ ചെയ്യാം. പ്രഷർ ടോട്ടൽ ഇസ് ഈക്വൽ ടു ഇക്വേഷൻ അറിയാലോ, P0A ഇൻറ്റു കൈ എ പ്ലസ് P0B ഇൻറ്റു കൈ ബി ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു P0Aയുടെ വാല്യൂ 150 തന്നിട്ടുണ്ട് ഇൻറ്റു 0.5 മോൾ ഫ്രാക്ഷൻ പ്ലസ് ഇനി 100 ഇൻറ്റു 0.5 ഇതിൻ്റെ മോൾ ഫ്രാക്ഷൻ. ഞാനിത് കാൽക്കുലേറ്റ് ചെയ്യുന്നൊന്നും ചെയ്യുന്നില്ല, ഞാൻ അതുപോലെ വെക്കണം. അപ്പോൾ സോ വി ഗോട്ട് പ്രഷർ ടോട്ടൽ, നമുക്ക് പ്രഷർ ടോട്ടൽ കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ഇൻ വേപ്പർ ഫേസ് ആണ്. അപ്പോൾ നമുക്ക് പി ബി കൂടി വേണം. പി ബി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, ഈ ഒരു പാർട്ടല്ലേ പി ബി എന്ന് പറയുന്നത്. അപ്പോൾ പി ബി എന്ന് പറഞ്ഞാൽ എന്താ, 100 ഇൻറ്റു 0.5 ആണ്. ഓക്കെ, മോൾ ഫ്രാക്ഷൻ ഇൻ വേപ്പർ ഫേസ് ഇൻ കേസ് ഓഫ് ബി ഈസ് ഈക്വൽ ടു വൈ ബി ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് ബി ഡിവൈഡ് ബൈ പ്രഷർ ടോട്ടൽ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 150 ഇൻറ്റു 0.5 പ്ലസ് 100. ഓക്കെ, ഇത് ഡിനോമിനേറ്ററിലല്ലേ വരിക. ഓക്കെ, ഒരു മിനിറ്റ്. അപ്പോൾ 100 ഇൻറ്റു 0.5 വിച്ച് ഇസ് പി ബി ഡിവൈഡ് ബൈ 150 ഇൻറ്റു 0.5 പ്ലസ് 100 ഇൻറ്റു 0.5. ഇതിൽ 0.5 കോമൺ ആയിട്ട് നമുക്ക് കട്ട് ചെയ്തുകൂടെ? ദാറ്റ് ഇസ് ഈക്വൽ ടു സിംപ്ലി 100 ഡിവൈഡ് ബൈ 150 പ്ലസ് 100. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു 100 ഡിവൈഡ് ബൈ 250 ആണ് വരിക. ഇതിൽ നിന്ന് നമുക്ക് 50 ആദ്യം വേണേൽ 0 കട്ട് ചെയ്യാം. 0 കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ 5 കട്ട് ചെയ്യാം. 5 കട്ട് ചെയ്താൽ ഇവിടെ ബാക്കി 2 ഉണ്ടാവും, ഇവിടെ 5 ആണ്. അപ്പോൾ 2/5 ആണ്. 2/5 എന്ന് പറഞ്ഞാൽ 0.4. ഓപ്ഷൻ ഡി ആണ്. പിന്നെ ഈ ഒരു കാര്യം ഇക്യും മോളാർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മോൾ ഫ്രാക്ഷൻ വേപ്പർ ഫേസ് ചോദിച്ചു കഴിഞ്ഞാൽ വൈ ബി കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വൈ എ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ സിംപ്ലി P0A ഡിവൈഡ് ബൈ P0A പ്ലസ് P0B ചെയ്താൽ മതി. അതുപോലെ വൈ ബി ആണെങ്കിൽ P0B ഡിവൈഡ് ബൈ P0A പ്ലസ് P0B ചെയ്താൽ മതി. ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിവിടെ എടുത്തിരിക്കുന്ന 100ഉം 150യും 100ഒക്കെ എന്ന് പറയുന്ന P0Aയുടെയും P0Bയുടെയും വാല്യൂ ആണ്. അപ്പോൾ ഇക്യും മോളാർ എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ നമ്മൾ ആ ക്വസ്റ്റിനെ ഡീൽ ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ 0.4 മോളാർ എക്കോ സൊല്യൂഷൻ ഓഫ് NaCl പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ 500 ml എടുത്തിട്ട് അതിനെ ഇലക്ട്രോലൈസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലോറിൻ ഗ്യാസ് അവിടുന്ന് ലിബറേറ്റ് ചെയ്തു എന്ന് ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടെ ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ ചാർജ് റിക്വയർഡ് ഫോർ കംപ്ലീറ്റ് ഇലക്ട്രോളിസിസ് വിൽ ബി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മക്കൾ ഇതിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ് നമുക്ക് ചെയ്യാൻ വേണ്ടത്. നിങ്ങൾ ആദ്യം ഇതിനകത്ത് NaClലെ Cl മൈനസ് ആണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. Cl മൈനസിന് കിട്ടുന്നുണ്ടാവുക NaCl എന്നാണല്ലോ. അപ്പോൾ എത്ര NaCl ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഇതിൻ്റെ വോളിയം തന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിറ്ററിലേക്ക് പറയുകയാണ്, 0.5 ലിറ്റർ ആണ് അല്ലേ, 500 ml. അതുപോലെ മൊളാരിറ്റി തന്നിട്ടുണ്ട്. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു 4 മോളാർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചൂടെ? മൊളാരിറ്റീൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ വോളിയം. അത് വെച്ചിട്ട് നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു വോളിയം ആയിരിക്കില്ല, വോളിയം ഇൻ ലിറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 ഇൻറ്റു 0.5 ഇൻറ്റു 4 ആണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മോൾ NaCl ആണ് അതിലേക്ക് ആഡ് ചെയ്തത്. ഓക്കെ, 2 മോൾ NaCl. അപ്പോൾ 2 മോൾ NaCl എന്ന് പറയുമ്പോൾ വാട്ടറിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് H2ലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അത് 2 മോൾ Na പ്ലസും അതുപോലെ തന്നെ 2 മോൾ Cl മൈനസുമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇത് 2 മോൾ Cl മൈനസ്. അപ്പോൾ ഈ 2 മോൾ Cl മൈനസിനെയാണ് ഡിസ്ചാർജ് ചെയ്യേണ്ടത്. എത്ര ഗ്യാസായിട്ട് മാറുന്നത് അതൊന്നും നമുക്ക് ഇവിടെ ആവശ്യമില്ല, നമ്മുടെ ചാർജാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, 1 മോൾ Cl മൈനസ് ആണെങ്കിൽ Cl മൈനസ് പ്ലസ് അല്ല, Cl മൈനസ് ഗിവ്സ് Cl പ്ലസ് 1 ഇലക്ട്രോൺ ആണ്. ഇത് 1 മോൾ ആണെങ്കിൽ 1 മോൾ ഇലക്ട്രോൺ. അപ്പോൾ ഇത് 2 മോൾ Cl മൈനസ് ആണെങ്കിലോ 2 മോൾ ഇലക്ട്രോൺ അല്ലേ വേണ്ടത്? ഓക്കെ, 2 മോൾ ഇലക്ട്രോൺ ആണ് നമുക്ക് വേണ്ടത്. 2 മോൾ ഇലക്ട്രോൺ, 1 മോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് അറിയില്ലേ? അത് നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. 1 മോൾ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1 ഫാരഡ് ആണ്. അപ്പോൾ 2 മോൾ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 2 ഫാരഡ് ആയിരിക്കും. അപ്പോൾ ആൻസർ 2 ഫാരഡ് ആണ്. ഇവിടെ 2 ഫാരഡ് എന്നുള്ള രീതിയിലല്ല ആൻസർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫാരഡ് എന്ന് പറഞ്ഞാൽ 2 × 96500. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്ഷൻ ഡി അല്ലേ നമുക്ക് മാച്ച് ചെയ്യാം. അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത് സിങ്കിൻ്റെ പ്ലേറ്റിംഗ് ആണ് ഓൺ അയൺ ഷീറ്റ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8 ബി ആണ് ഓപ്ഷൻ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Zn plus Cu2 plus gives Zn2 plus Cu. The above redox reaction is used in. ഇതൊരു ഗാൽവനിക് സെല്ലാണ്. ഗാൽവനിക് സെല്ലിനെ നമ്മൾ വോൾട്ടൈക് സെൽ എന്ന് വിളിക്കും. ഇത്
സിങ്ക്, കോപ്പർ, ഡാനിയൽ സെല്ലാണ്. അപ്പോൾ എല്ലാം ശരിയാണ്, ഓൾ ഓഫ് ദിസ്. അപ്പോൾ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 99% completion of a first order reaction take place in 32 minutes. The time taken in 99.9% completion of the reaction will be. നമ്മൾ ഇതിനകത്ത് ആ ടി ഹാഫ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഓർമ്മിച്ച് വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, വി നോ ടി 99% is equal to 6.66 ടി ഹാഫ് ആണ്. ഓക്കെ, അതുപോലെ ടി 99.9% is equal to 10 ടി ഹാഫ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ അത്, അപ്പോൾ ഇതെപ്പോഴും ഓർമ്മിച്ച് നോക്കുക. ഇത് മാത്രമല്ല, ടി 75% is equal to 2 ടി ഹാഫ്, ടി 90% is equal to 3.33 ടി ഹാഫ്. ഈ ഒരു കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 99% ആണ്. അപ്പോൾ ടി 99% equal to 6.66 ടി ഹാഫ് which is equal to 32 minutes ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടി ഹാഫ് എന്ന് പറയുന്നത് ഈക്വൽ ടു 32 divided by 6.66 അല്ലേ വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കുന്നത് ടി 99.9% ആണ് which is equal to 10 ടി ഹാഫ് ആണ്. 10 ടി ഹാഫ് എന്ന് പറയുന്നത് ഇതിന് 32 divided by 666 into 10 ചെയ്താൽ മതിയല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മാച്ച് ചെയ്യുന്ന വാല്യൂ ഇത് ഓൾമോസ്റ്റ് 5ൻ്റെ അടുത്ത് കട്ടാകുമ്പോൾ 48 ആണ്. ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 48 ആണ്. അപ്രോക്സിമേറ്റ് ചെയ്താൽ നമുക്ക് 48 ആണ് കിട്ടും. ആൻസർ 48. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്മോക്ക് ഈസ് പ്രിസിപ്പിറ്റേറ്റഡ് ബൈ കോട്രല്ലൽ പ്രിസിപ്പിറ്റേറ്റർ ആണ്. ഓപ്ഷൻ എ ആണ്. ഇത് നമ്മൾ ഡയറക്റ്റ് പഠിക്കുന്നതാണല്ലോ. അടുത്തത് ബട്ടർ ആൻഡ് ക്രീം ആർ ദി എക്സാമ്പിൾ ഓഫ് ദേ ആർ വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് എമൽഷൻസ് ആണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് നമ്മൾ ടേബിളിൽ വരുന്നതാണ്, എൻ സി ആർ ടിയിൽ അവിടെ നമ്മൾ ഓർമ്മിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ മിനറൽ ഓഫ് അയൺ. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ കിട്ടും. മാഗ്നറ്റേറ്റ് ആണ് അയണിൻ്റെ മിനറൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സൾഫൈഡ് ഓർസ് ആർ കോമൺ ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽസ്. സിൽവർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിൽവർ Ag2S ഫോമിൽ കിട്ടും. ഓക്കെ, കോപ്പർ എന്ന് പറഞ്ഞാൽ അത് Cu2S അതുപോലെ തന്നെ CuFeS2 ഫോമിലും അവൈലബിൾ ആണ്. ഇത് PbS ഫോമിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ ആണ് ആൻസർ വരും. ക്വസ്റ്റ്യൻ നമ്പർ 18. ഇൻ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് മെത്തേഡ്. ഇവിടെ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് മെത്തേഡിൽ നമ്മൾ ഇൻപ്യൂർ ആയിട്ടുള്ള മെറ്റൽ ഏതാണോ അതിനെ പോസിറ്റീവ് ഇലക്ട്രോഡ്, ഇത് ഇലക്ട്രോളിസിസ് ആണല്ലോ കൈൻഡ് ഓഫ്. അപ്പോൾ ഇലക്ട്രോളിസിസ് എന്ന് പറയാൻ പാടില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഏതാണോ ഇംപ്യൂർ മെറ്റൽ, ഈ ഇംപ്യൂർ മെറ്റൽ നമ്മൾ പോസിറ്റീവ് ടെർമിനലാണ് കണക്ട് ചെയ്യുക. ഓക്കെ, പോസിറ്റീവ് ടെർമിനൽ എന്ന് പറയുമ്പോൾ അത് ആനോഡായിട്ടാണ് ഈ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ. അതുപോലെ തന്നെ ഈ ഒരു പ്യുവർ മെറ്റലിൻ്റെ ഒരു എന്താണ് തിൻ ഷീറ്റ് അല്ലെങ്കിൽ പറയുന്നതിൻ്റെ പ്യുവർ ഫോമുലർ ഷീറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കാഥോഡായിട്ട് ഉപയോഗിക്കും. ഇനി ഇത് പ്രസൻ്റ് ആയിരിക്കും ഈ ഒരു മെറ്റലിൻ്റെ മെറ്റൽ സാൾട്ടാണ് നമ്മൾ ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏതാണോ മെറ്റൽ അതിൻ്റെ സാൾട്ട് ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സെറ്റപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കാം. ദി ഇംപ്യൂർ മെറ്റൽ ഈസ് മെയ്ഡ് ടു ആക്ട് ആസ് ആനോഡ്, കറക്റ്റാണ്. എ സ്ട്രിപ്പ് ഓഫ് പ്യുവർ മെറ്റൽ ഈസ് യൂസ്ഡ് ആസ് കാഥോഡ്, കറക്റ്റാണ്. ആനോഡ് ആൻഡ് കാഥോഡ്സ് ആർ kept in a suitable electrolyte both containing soluble salt of the same metal. Okay, അപ്പോൾ all the statement are correct ആണ്. all of the above are true. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹൈഡ്രേറ്റ്സ് ഹാസ് ദി ലോവസ്റ്റ് ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ നമ്മൾ 15th ഗ്രൂപ്പിലെ ഹൈഡ്രേറ്റ്സിൻ്റെ ബോയിലിംഗ് പോയിന്റ് ഓർഡർ എടുത്താൽ ഏറ്റവും ലോവസ്റ്റ് വരുന്നത് pH3 ആണ്. അത് കഴിഞ്ഞിട്ട് ASH3 ആണ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ NH3 വരും. NH3 ആണ് ഏറ്റവും ലീസ്റ്റ് വരുന്നത്. പക്ഷേ ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് ഇതിന് രണ്ടിൻ്റെയും മുന്നിലേക്ക് NH3 വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ വെച്ച് പറയുകയാണെങ്കിൽ SbH3 ആണ് വരിക. ഓക്കെ, അപ്പോൾ ആൻസർ pH3. നമുക്ക് ലോവസ്റ്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ ലോവസ്റ്റ് വരുന്നത് pH3. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓക്സൈഡ്സ് ഇസ് ആംഫോടെറിക് ഇൻ നേച്ചർ. ഓക്കെ, Cl2O7 എന്ന് പറയുമ്പോൾ അസിഡിക് ഓക്സൈഡ് ആണ്. Na2O എന്ന് പറയുന്നത് ബേസിക് ഓക്സൈഡ് ആണ്. N2O എന്ന് പറയുന്നത് ന്യൂട്രൽ ഓക്സൈഡ് ആയിട്ടാണ് പറയുക. Al2O3 എന്ന് പറയുന്നത് ആംഫോടെറിക് ഓക്സൈഡ് ആണ്. ബിക്കോസ് ഇറ്റ് ക്യാൻ റിയാക്ട് വിത്ത് ബോത്ത് ആസിഡ് ആൻഡ് ബേസ്. ഇതിന് ആസിഡ് NaOH ആയിട്ട് റിയാക്ട് ചെയ്യുക, അതുപോലെ തന്നെ HCl ആയിട്ടും റിയാക്ട് ചെയ്യാം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ്
ആർ ദി ആപ്ലിക്കേഷൻസ് ഓഫ് ഡൈനൈട്രജൻ ഗ്യാസ്. അപ്പോൾ ഡൈനൈട്രജൻ ഗ്യാസിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ കെമിസ്ട്രീൻ എവറി ഡേ ലൈഫിൽ പഠിക്കുന്നുണ്ട്. നമ്മൾ പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് അതിലകത്ത് നിറച്ചിരിക്കുന്ന ഗ്യാസ് എന്ന് പറയുന്നത് നൈട്രജൻ ഗ്യാസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം, പ്രിസർവേഷൻ ഓഫ് ബയോളജിക്കൽ മെറ്റീരിയൽ ആൻഡ് ഫുഡ് ഐറ്റംസ്. ഓപ്ഷൻ എ ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി ഈസ് മിനിമം ഫോർ. അപ്പോൾ നമ്മൾ എഫിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ എഫിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാൻ 26 അല്ലേ. അപ്പോൾ 3d6 4s2 ആണ് കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ അത് റിമൂവ് ചെയ്തിട്ട് Fe 3+ ആയി മാറുമ്പോൾ അതിനുണ്ടാകുന്ന കോൺഫിഗറേഷൻ 3d5 ആണ്. അപ്പോൾ സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആണ് Fe കിട്ടുന്നത്. അങ്ങനെ ഡ്യൂ ടു സ്റ്റേബിൾ കോൺഫിഗറേഷൻ കമ്പാരിറ്റീവ്ലി ഇതിൻ്റെ ബാക്കിയെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ എഫിൻ്റെ തേർഡ് അയണൈസേഷൻ എൻതാൽപ്പിയാണ് ഏറ്റവും മിനിമമായിട്ട് വരുന്നത്. പിന്നെ എല്ലാവർക്കും പൊതുവെ ഈ അയണൈസേഷൻ എൻതാൽപ്പി വരുമ്പോൾ ഒരു ഡൗട്ട് വരുന്നത്, നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും അതിൻ്റെ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി. ഇനി സെക്കൻഡിൽ സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിനേക്കാളും എപ്പോഴും ഗ്രേറ്റർ ആണ് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി. സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പിനേക്കാളും ഓൾവേസ് ഗ്രേറ്റർ ആണ് തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി. ഇതിനകത്ത് ഒരു തരത്തിലുള്ള എക്സെപ്ഷനും ഇല്ല. ഇനി ഇടയിൽ സെക്കൻഡിന് സ്റ്റേബിളാണ് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ ഒരു ഓർഡർ അത് എപ്പോഴും ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എപ്പോഴും സെലക്ട് ചെയ്യുക ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി ദി ആക്ടിനോയിഡ്സ് റിസംബിൾ ദി ലാന്തനോയിഡ്സ് ഇൻ ഹാവിങ് മോർ കോമ്പൗണ്ട്സ് ഇൻ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നമുക്കറിയാം ഇത് മെയിനായിട്ട് ലാന്തനോയിഡ്സിന് അതുപോലത്തെ ആക്ടിനോയിഡ്സിന് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ എ. ഡൈക്രോമേറ്റ്സ് ആർ ജനറലി പ്രിപ്പയർഡ് ബൈ ദി ഫ്യൂഷൻ ഓഫ് ക്രോമേറ്റ് ഓർ വിത്ത്. നമുക്കറിയുന്നത് സോഡിയം കാർബണേറ്റ് അല്ലെങ്കിൽ പൊട്ടാസ്യം കാർബണേറ്റുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡൈക്രോമേറ്റ് ജനറലായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ബോത്ത് എ ആൻഡ് ബി ആണ് നമുക്ക് ആൻസർ വരിക. ഓപ്ഷൻ സി. How many ions obtained after dissociation of the complex CO, Fe, NH3 6 times and Cl minus? ഇതെങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുക? ഇത് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ അത് CO, NH3 6 times 3+ അയോണായിട്ടും അതുപോലെ തന്നെ 3 Cl minus അയോണുമായിട്ടല്ലേ ഡിസ്ചാർജ് അത് ഡിസോസിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് അയോൺസ് കിട്ടുക എത്രയാണ്? 4 ആണ്. അപ്പോൾ 4 അയോൺസ് ആണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുക. ഓപ്ഷൻ ഡി. An example of sigma bonded organometallic compound is. നമുക്ക് ഗ്രിഗ്നാർഡ് റിയേജൻ്റ് അറിയാം. എക്സാമ്പിൾ ആയിട്ട് തന്നെ എഴുതാം. അപ്പോൾ CH3 MgCl. നമ്മൾ ഗ്രിഗ്നാർഡ് റിയേജൻ്റെ പ്രത്യേകത പൊതുവേ പറയാം. അല്ലാതെ കാർബൺ മഗ്നീഷ്യം ബോണ്ട് എന്ന് പറയുന്നത് കോവലൻ്റ് ആണ്. അതുപോലെ തന്നെ ജനറലായിട്ട് മഗ്നീഷ്യം ഹാലജൻ ബോണ്ട് എന്ന് പറയുന്നത് അയോണിക് ആയിരിക്കും. ഈ കാർബൺ മഗ്നീഷ്യം ബോണ്ട് എന്ന് പറയുന്നത് കോവലൻ്റ് ആണ്, ഹൈലി പോളാർ ആണ്. അപ്പോൾ ഇതിനെപ്പോഴും ഈ ഒരു ബോണ്ട് ഹെഡ്രോലെറ്റിക്കലി ബ്രേക്ക് ചെയ്തിരുന്ന CH3- അല്ലെങ്കിൽ R- ഇതിന് പ്ലസ് ചാർജുമായിട്ട് മാറാനുള്ള പ്രത്യേകത ഉണ്ടാകും. ഇത് ജനറലായിട്ട് പറയുമ്പോൾ R- ആണെങ്കിൽ R- ഒരു സ്ട്രോങ് ന്യൂക്ലിയർ ഫയലാണ്, സ്ട്രോങ് ബേസ് ആണ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രിഗ്നാർഡ് റിയേജനിൽ നോക്കിക്കഴിഞ്ഞാൽ കാർബൺ മഗ്നീഷ്യം ബോണ്ട് എന്ന് പറയുന്നത് സിഗ്മ ബോണ്ട്, ഒറ്റ ബോണ്ടല്ലേ ഉള്ളൂ, സിഗ്മ ബോണ്ടാണ്. അപ്പോൾ സിഗ്മ ബോണ്ടഡ് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് വേറെ ആരുമല്ല, വിച്ച് ഇസ് ഗ്രിഗ്നാർഡ് റിയേജൻ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ലെഡ് പോയ്സണിങ് ദി ആൻറ്റിഡോട്ട് എന്ന് യൂസ് പറയാറില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ലെഡ് പോയ്സണിങ് ദ ആൻറ്റിഡോട്ട് യൂസ്ഡ് ഇസ്. ശരി, ആൻറ്റിഡോട്ട് എന്നുള്ള ടേം ഉപയോഗിക്കാറില്ല. ഓക്കെ, നമുക്കിത് NCERT പറയുന്നതാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ആ സ്ഥലത്തൊക്കെ. അപ്പോൾ അവിടെ ആൻസർ നമ്മൾ ഉപയോഗിക്കുന്നത് EDT ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് വിക് ഡൈഹാലൈഡ്? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്താ? ഡൈക്ലോറോമീഥേൻ. ഡൈക്ലോറോമീഥേൻ എന്ന് പറയുമ്പോൾ CH2 കഴിഞ്ഞിട്ട് 2 Cl 1 കാർബണിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, അത് നമ്മൾ അതിനെ ജം ഡൈഹാലൈഡ് എന്നാണ് വിളിക്കുക. ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം. 1,2 ഡൈക്ലോറോഈഥേൻ. 1,2 ഡൈക്ലോറോഈഥേൻ എന്ന് പറയുമ്പോൾ ഇവിടെ CH2 ഇവിടെ ഒരു Cl ഇവിടെ ഒരു Cl. ഓക്കെ, അപ്പോൾ 1-2 പൊസിഷനിലാണ് ഇവിടെ ഹാലജൻ കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 1-2 പൊസിഷനിൽ ഹാലജൻ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ വിക് ഡൈ ഹാലൈഡ് എന്നാണ് വിളിക്കുക. സോ ഇത് ഓപ്ഷൻ ബി ആണ് വരിക. ഓക്കെ, ഇനി ഈഥൈൽ അയോഡൈഡ് ക്ലോറൈഡ്, അവിടെ കറക്റ്റ് നമ്പർ എവിടെയാണെന്നുള്ള കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ അലൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത് ഡൈഹാലൈഡ് അല്ല. അപ്പോൾ അതിന് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല.
ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി നമുക്ക് ഓൾറെഡി കിട്ടി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി നേച്ചർ ഓഫ് KCN ആൻഡ് AgCN കോമ്പൗണ്ട്? നമ്മൾ ഈ ഒരു കാര്യം പഠിക്കുന്നത് ഹാലോ ആൽക്കൻ ഹാലോ അരീൻസിൽ ഇപ്പോൾ ഒരു ആൽക്കൈൽ ഹാലൈഡ് ഉണ്ട് RX. ഈ RXനെ KCNുമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് RCN ആണ്. ഓൺ ദി അതർ ഹാൻഡ് നമ്മൾ RXനെ AgCNുമായിട്ട് ട്രീറ്റ് ചെയ്താൽ അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് RNC ആണ്. ഓക്കെ, നമ്മളിത് NCRL ഒരു ക്വസ്റ്റ്യൻ മോഡലായിട്ട് ഒരു ക്വസ്റ്റ്യനായിട്ട് ഇതിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ പറയുമ്പോൾ നമ്മൾ KCNൻ്റെ കേസ് പറയുമ്പോൾ KCN എന്ന് പറയുന്നത് മോർ അയോണിക് ഇൻ നേച്ചറാണ്. അതായത് K+ ആൻഡ് CN- ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. നമ്മൾ CN- സ്ട്രക്ചർ എടുത്താൽ C+N, ഇവിടെ കാർബൺ ഒരു ലോൺ പെയർ ഉണ്ട്. ശരിക്കും കാർബൺ ആണ് നെഗറ്റീവ് ചാർജ് വരുന്നത്, നൈട്രജൻ ഒരു ലോൺ പെയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഇതിൽ കാർബണും നൈട്രജനും ഡോണറായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം രണ്ടാൾക്കും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ പ്രസൻ്റ് ആയിട്ടുണ്ട്. സോ ദേ ക്യാൻ ആക്ട് ആസ് ഡോണർ ആറ്റംസ്. പക്ഷേ ഈ കാർബണിൻ്റെ ന്യൂക്ലിയോ ഫെലിസിറ്റി എന്ന് പറയുന്നത് നൈട്രജൻ്റെ ന്യൂക്ലിയോ ഫെലിസിറ്റിനേക്കാളും കൂടുതലാണ്. അതായത് സെയിം പീരീഡിൽ വരുന്ന ആൾക്കാരുടെ ന്യൂക്ലിയോ ഫെലിസിറ്റി നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ആർക്കാണോ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവ് അയാൾക്കായിരിക്കും ന്യൂക്ലിയോ ഫെലിസിറ്റി കൂടുതലുണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കാർബണിൻ്റെ ന്യൂക്ലിയോ ഫെലിസിറ്റി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ കാർബണിന് ഇപ്പോൾ നമ്മളിത് ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് കാർബൺ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ RCNും നൈട്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ NC ആണ് ഫോം ചെയ്യുക. പിന്നെ കൂടാതെ ഇങ്ങനെയും പറയും കാർബൺ ബോണ്ട് എന്ന് പറയുന്നത് മോർ സ്ട്രോങ്ങർ ദാൻ കാർബൺ നൈട്രജൻ ബോണ്ട്. ഓക്കെ, അപ്പോൾ ശരിക്കും അതിൻ്റെ റീസൺ പറയാം അതിൻ്റെ ന്യൂക്ലിയോ ഫെലിസിറ്റി വെച്ചിട്ടാണ്. അങ്ങനെയാണ് കാർബൺ ഡോണറായിട്ടായിട്ട് വർക്ക് ചെയ്തിട്ട് അത് RC എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്. AgCൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ AgCN എന്ന് പറയുന്നത് മോർ കോവലൻ്റ് ആണ്. അപ്പോൾ Ag സിംഗിൾ ബോണ്ട് C++ എന്ന് പറയുന്ന ഫോമിലാണ് ഉണ്ടാവുക. ഇവിടെ കാർബണ് ഡോണർ ആറ്റമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് അതിന് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ പ്രസൻ്റ് ആയിട്ടില്ല. അപ്പോൾ നൈട്രജന് മാത്രമേ ഡോണറായിട്ടായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നൈട്രജനാണ് ഇലക്ട്രോൺ പെയറിനെ R കൊടുത്തിട്ട് ബോണ്ട് ഫോം ചെയ്തത്. അതുകൊണ്ടാണ് അത് NC എന്നുള്ള ഫോമിൽ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദി നേച്ചർ ഓഫ് KCN ആൻഡ് AgCN കോമ്പൗണ്ട്സ്? അപ്പോൾ KCN എന്ന് പറയുന്നത് അയോണിക്കും AgCN എന്ന് പറയുന്നത് കോവലൻറ്റുമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ് ടു പ്രിപ്പയർ അലൈൽ ക്ലോറൈഡ് ഇൻ പ്രസൻസ് ഓഫ്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ് ടു പ്രിപ്പയർ ആൽക്കൈൽ ക്ലോറൈഡ് ഇൻ പ്രസൻസ് ഓഫ് ആൽക്കഹോൾ? അപ്പോൾ നമുക്ക് ആൽക്കൈൽ ക്ലോറൈഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ആൽക്കഹോളിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ROHS ട്രീറ്റഡ് വിത്ത് HCl. HCl എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുക ഡ്രൈ HCl ഗ്യാസ് ആണ്. ഓക്കെ, ആൻഡ് ഇൻ പ്രസൻസ് ഓഫ് ZnCl2ൻ്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുക. അപ്പോൾ നമുക്ക് RCl + H2O എന്നുള്ള രീതിയിൽ പ്രോഡക്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ HCl സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു SN1 റിയാക്ഷനാണ്. അപ്പോൾ ആൽക്കഹോള് ഇത് ഫസ്റ്റ് ആൽക്കഹോൾ R+ ആയിട്ടാണ് മാറുക. അപ്പോൾ R+നെ Cl- അറ്റാക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ വാട്ടറിനും അറ്റാക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. കാരണം അക്വ സൊല്യൂഷൻ അല്ലേ, ഡയലൂട്ട് സൊല്യൂഷൻ അല്ലേ. അപ്പോൾ ഇതൊരു റിയാക്ഷൻ റിവേഴ്സ് പോകും. അതുകൊണ്ട് നമ്മൾ ഏത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല, HCl സൊല്യൂഷൻ ഒരിക്കലും പ്രിഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ, പിന്നെ HCl ഡ്രൈ HCl എന്ന് മാത്രം പോരാ, ശരിക്കും ആൻഡ് ZnCl2 വേണം. ഓക്കെ, അപ്പോൾ ZnCl2 ഉണ്ടെങ്കിൽ മാത്രമേ റിയാക്ഷൻ നടക്കുള്ളൂ. കാരണം ഈ HCl നോർമലി പെട്ടെന്നൊന്നും H+ ആൻഡ് Cl- ആയിട്ട് മാറില്ല, കാരണം ഇത് കോവലന്റ് നേച്ചറാണ്. അപ്പോൾ ഇവിടുന്ന് OHനെ റിമൂവ് ചെയ്യാൻ ആരുടെ ഹെൽപ്പ് ഉണ്ടായേ പറ്റുള്ളൂ? ZnCl2. അപ്പോൾ ZnCl2 ആണ് OHനെ റിമൂവ് ചെയ്തിട്ട് കാർബോകാറ്റയോൺ ആക്കി മാറ്റുന്നത്. എന്നിട്ട് പിന്നെ HCl വന്നിട്ട് അറ്റാക്ക് ചെയ്യലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞു വരുമ്പോൾ ഓപ്ഷൻ ഏതാ വരുന്നത്? C ഓപ്ഷനാണ് വരുന്നത്. ഓക്കെ, ഡ്രൈ HCl ഗ്യാസ് ആൻഡ് ZnCl2. ഇനി ഫീനോൾസ് ഷോ ദി ക്ലീവേജ് ഓഫ് CO ബോണ്ട് വിത്ത്. ഇത് നമുക്ക് അറിയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഫീനോളിനെ സിങ്ക് ഡസ്റ്റുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നതാണ് ഫീനോൾ വെൻ ട്രീറ്റഡ് വിത്ത് സിങ്ക് ഡസ്റ്റ്. അപ്പോൾ സിങ്ക് ഡസ്റ്റുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് സിങ്കും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് സിങ്ക് ഓക്സൈഡും നമുക്ക് പ്രോഡക്റ്റായിട്ട് ബെൻസീനും കിട്ടും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കാർബൺ ഓക്സിജൻ ബോണ്ടിൻ എന്താണ് ഫീനോൾ ക്യാൻ ബി ക്ലീവ്ഡ് ബൈ സിങ്ക്. സിങ്കിനാണ് ഇതിന് ക്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ് വിത്ത് ഈതർ ഇസ് ആസ് ഷോൺ ഫോളോസ്. അപ്പോൾ ഈതറുമായിട്ടുള്ള റിയാക്ടിവിറ്റി എന്താണ് ഹൈഡ്രജൻ ഹാലൈഡിൻ്റെ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ അസിഡിക്
സ്ട്രെങ്ത്തുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ആർക്കാണോ അസിഡിക് സ്ട്രെങ്ത് കൂടുതൽ വരുന്നത് അയാളാണ് മോർ റിയാക്റ്റീവ്. അപ്പോൾ നമുക്കറിയാം ഹൈഡ്രജൻ ഹാലൈഡിൻ്റെ അസിഡിക് സ്ട്രെങ്ത് എടുക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ HI, പിന്നെ HBr, പിന്നെ HCl. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓർഡർ വരുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഒരു ഈതർ CH3OCH3 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ HI ആയിട്ടുള്ള റിയാക്ഷനിൽ സംഭവിക്കുന്ന ഫസ്റ്റ് ഇതിനെ പ്രോട്ടോണേറ്റ് ചെയ്യണം. എങ്ങനെ പ്രോട്ടോണേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇതിൻ്റെ ലോൺ പെയറിനെ വെച്ചിട്ട് ഇത് H+ ആക്സെപ്റ്റ് ചെയ്യും. എന്നിട്ടത് CH3O ഇവിടെ H ഉണ്ടാവും പ്ലസ് CH3. എൻ്റെ അടുത്ത സ്റ്റെപ്പിലാണ് ആര് അറ്റാക്ക് ചെയ്യുക? I- അറ്റാക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏതിൻ്റെ കേസിലാണ് പ്രോട്ടോണേഷൻ ഏറ്റവും കൂടുതൽ? ഒരു HIൻ്റെ കേസിലാണ്, അസിഡിക് സ്ട്രെങ്ത് കൂടുതലായതുകൊണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാം, ഇതിലെ സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് ഇത് നമ്മൾ H+ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് I-, ഇത് Br-, Cl-. അപ്പോൾ സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ വരുന്നത് I- ആണ്. അപ്പോൾ പക്ക ഇത് അസിഡിക് സ്ട്രെങ്ത്തിൻ്റെ ഓർഡറാണ് ഫോളോ ചെയ്യുക. അപ്പോൾ ഏറ്റവും കൂടുതൽ അസിഡിക് HI ആണ്, പിന്നെ HBr ആണ്, പിന്നെ HCl ആണ് വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ആക്ഷൻ ഓഫ് സൈമേസ് ഈസ് ഇൻഹിബിറ്റഡ് ഡ്യൂറിങ് ഫെർമെൻറ്റേഷൻ ഇഫ് ദി പെർസെൻറ്റേജ് ഓഫ് ആൽക്കഹോൾ ഫോംഡ് എക്സീഡ്സ്. നമ്മൾ ഫെർമെൻറ്റേഷൻ വഴി നമുക്ക് മാക്സിമം ഒപ്റ്റെയിൻ ചെയ്യുന്ന ആൽക്കഹോളിൻ്റെ എത്തനോളിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 40%, 14% ആണ്. അബോവ് 14% അതിൻ്റെ സൈമേസിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഈസ് ഇൻഹിബിറ്റഡ്. അപ്പോൾ നമുക്ക് ആൻസർ വരെ 14% ആണ്, ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, കാർബോണൈൽ കോമ്പൗണ്ട്സ് ആർ ദി കൺസിസ്റ്റൻ്റ് ഓഫ്. ഇത് നമുക്ക് കാർബോണൈൽ കോമ്പൗണ്ട്സിൻ്റെ ആപ്ലിക്കേഷനിൽ വരുന്നതാണ്. ഫാബ്രിക്സിൽ ഉപയോഗിക്കുന്നുണ്ട്, ഫ്ലേവറിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട്, പ്ലാസ്റ്റിക്സ് ആൻഡ് ഡ്രഗ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓൾ ഓഫ് ദീസ് ആണ് നമുക്ക് ആൻസർ വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് പ്രൊഡ്യൂസ് എൻ ഓറഞ്ച് റെഡ് precipitate വിത്ത് 2,4-DNP റിയേജന്റ്. അപ്പോൾ അത് ഏതാണ് 2,4-DNP ടെസ്റ്റ് കാണിക്കുന്നതെന്നാണ് ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്നത്. ആൾഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് 2,4-DNP ടെസ്റ്റിൽ പോസിറ്റീവ് റിസൾട്ട് തരും. ദാറ്റ് ഈസ് ഈ പറയുന്ന ഓറഞ്ച് റെഡ് precipitate തരും. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ആൾഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണിനെയാണ്. അസറ്റാമൈഡ് അമൈഡ് ആണ്, അല്ല. ഈതർ അല്ല. ബ്യൂട്ടനോൺ കീറ്റോൺ ആണ്, നമ്മുടെ ഓപ്ഷനാണ്. ഓക്കെ, ഇത് എസ്റ്റർ ആണ്, എസ്റ്റർ കാണിക്കില്ല. അപ്പോൾ 35ൻ്റെ ആൻസർ സി ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസിഡ് ഈസ് യൂസ്ഡ് ഇൻ ദി റബ്ബർ, ടെക്സ്റ്റൈൽ, ഡൈയിങ്, ലെതേഴ്സ്, എക്സെട്ര. ഓക്കെ, ഉപയോഗിക്കുന്നത് മെത്തനോയിക് ആസിഡാണ്. അപ്പോൾ നമുക്കറിയാം റബ്ബർ ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ മെത്തനോയിക് ആസിഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് സി ആണ്, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ഓഫ് ദി പ്രോഡക്റ്റ് ഫോം ഡ്യൂറിങ് ദി റിയാക്ഷൻ ഓഫ് പ്രൈമറി ആലിഫാറ്റിക് അമൈൻസ് വിത്ത് നൈട്രസ് ആസിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. ഓക്കെ, പ്രൈമറി ആലിഫാറ്റിക് അമൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് RNH2. ഈ RNH2നെ നമ്മൾ HNO2 നൈട്രസ് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. എനി ടെമ്പറേച്ചർ, അത് ലോ ടെമ്പറേച്ചർ ആയിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ എനി ടെമ്പറേച്ചർ നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫോം ചെയ്യുക ഡയസോണിയം സാൾട്ടാണ്. RN2+ ആൻഡ് X- എന്ന് പറയുന്ന ഫോമിൽ ഡയസോണിയം സാൾട്ടാണ് ഫോം ചെയ്യുക. പക്ഷേ ഈ ഡയസോണിയം സാൾട്ടിൻ്റെ പ്രത്യേകത നമുക്കറിയാം, ഡയസോണിയം സാൾട്ട്സ് ആർ അൺസ്റ്റേബിൾ ഡ്യൂ ടു പ്രസൻസ് ഓഫ് എ ഗുഡ് ലീവിംഗ് ഗ്രൂപ്പ് N2. അപ്പോൾ ഡയസോണിയം സാൾട്ട് എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആണ്. കാരണം അതിനകത്തൊരു നല്ല ലീവിംഗ് ഗ്രൂപ്പ് ഉണ്ട്, ലീവ് ചെയ്ത് പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരാളുണ്ട്, N2 പ്രസൻ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഡയസോണിയം സാൾട്ട് എന്ന് പറയുന്നത് ഹൈലി അൺസ്റ്റേബിൾ ആണ്. അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗുഡ് ലീവിംഗ് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ലീവിംഗ് ഗ്രൂപ്പ് അങ്ങ് ലീവ് ചെയ്ത് പോകും. ഇതങ്ങ് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു കാർബോക്കേറ്റോൺ ഫോം ചെയ്യും, R+ ഫോം ചെയ്യും. N2 ഗ്യാസ് N2 ആയിട്ട് അങ്ങ് റിമൂവ് ചെയ്യും, ആൻഡ് അവിടെ X- ഉണ്ടാവും. ഓക്കെ, ഈ റിയാക്ഷൻ നടക്കുന്നത് അക്വസ് മീഡിയത്തിലായതുകൊണ്ട് തന്നെ വാട്ടർ എന്ത് ചെയ്യും, ഇതിന് ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് നടത്തും. വാട്ടർ ഇതിനെ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് നടത്തിയിട്ട് ഇത് ആൽക്കഹോൾ ആയിട്ടാണ് മാറുക. ഇറ്റ് വിൽ ബിക്കം ROH. ഇവിടുന്ന് H+ റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ H+ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ROH പ്രോഡക്റ്റായിട്ട് ആൽക്കഹോൾ കിട്ടും. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇവിടെ ഈവൻ 0 to 5 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ലോവർ ടെമ്പറേച്ചർ തന്നിട്ട് ഡയസോണിയം സാൾട്ട് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾ ആൻസർ ഡയസോണിയം സാൾട്ട് എഴുതാൻ പാടില്ല. കാരണം ആലിഫാറ്റിക് ഡയസോണിയം സാൾട്ട് ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് എനി ടെമ്പറേച്ചർ. അത് അൺസ്റ്റേബിൾ ആണ്. ഇറ്റ്സ് ജസ്റ്റ് ആൻ ഇൻ്റർമീഡിയറ്റ്. ഒരു ഇൻ്റർമീഡിയറ്റ് അത്രയായിട്ട് മാത്രമേ അതിനെ ആക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഒരിക്കലും അത് എനി ടെമ്പറേച്ചർ എക്സിസ്റ്റ് ചെയ്യില്ല. പക്ഷേ ഇതിന് പകരം ആരോമാറ്റിക് ആണെങ്കിലും സെയിം റിയാക്ഷൻ നടക്കും. ഓക്കെ, അപ്പോൾ ഈ ആരോമാറ്റിക്കിൻ്റെ പ്രത്യേകത
ഇത് 0 to 5 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന ആരോമാറ്റിക് ഡയസോണിയം സാൾട്ട്, അതായത് N2+ ആൻഡ് X- എന്ന് പറയുന്ന ആരോമാറ്റിക് ഡയസോണിയം സാൾട്ട് ഈ ഒരു ലോവർ ടെമ്പറേച്ചറിൽ സ്റ്റേബിളാണ്. ഓക്കെ, അപ്പോൾ സ്റ്റേബിൾ എന്നാൽ ഹൈലി സ്റ്റേബിൾ എന്നല്ല, കമ്പാരിറ്റീവ്ലി സ്റ്റേബിളാണ്. അപ്പോൾ ഇത് എക്സിസ്റ്റ് ചെയ്യും. ഇത് നമ്മൾ ഹയർ ടെമ്പറേച്ചർ 5 ഡിഗ്രി സെൽഷ്യസിൻ്റെ മുകളിലേക്ക് ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു റിയാക്ഷൻ മെല്ലെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, ഇനി 40 ഒക്കെ കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഈ ഒരു റിയാക്ഷൻ തന്നെ ഫീനോളിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഓർമ്മിക്കണം. ആലിഫാറ്റിക് ആണെങ്കിൽ ഒരിക്കലും അത് ഈ ഒരു ഫോമിൽ എക്സിസ്റ്റ് ചെയ്യില്ല. ആരോമാറ്റിക് ഈ ഒരു ഫോമിൽ എക്സിസ്റ്റ് ചെയ്യും 0 to 5 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ വേറൊന്നുണ്ട്, പിന്നെ ഇവിടെ N2+ ആൻഡ് X-, നെഗറ്റീവ് പാർട്ടിൽ ഇവിടെ BF4- ആണെങ്കിൽ അത് കുറച്ചുകൂടി സ്റ്റേബിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ ഓൾറെഡി കിട്ടി, ബി ആണ് നമ്മൾ ഓപ്ഷൻ വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കപ്ലിംഗ് റിയാക്ഷൻ ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. എന്താ കപ്ലിംഗ് റിയാക്ഷൻ? നമുക്ക് ഫീനോൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഫീനോൾ OH ഉണ്ട്, ഇവിടുത്തെ Hനെ ഞാൻ എക്സ്പോസ് ചെയ്ത് കാണിക്കണം. H നമ്മളിതിനെ ട്രീറ്റ് ചെയ്യുക ഡയസോണിയം സാൾട്ടുമായിട്ട്. ഡയസോണിയം സാൾട്ട് എന്ന് പറയുമ്പോൾ X- ഇവിടെ കൊടുത്തു N2+, പിന്നെ ബെൻസീൻ റിംഗ്. ഓക്കെ, ബെൻസീൻ ഡയസോണിയം സാൾട്ടാണ്. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്ന Xഉം H അവിടുന്ന് റിമൂവ് ചെയ്തിട്ട് ഈ ഫോമിൽ ഇവിടെ OH ഉണ്ട്, ഇവിടെ N-double-bond എന്ന് പറയുന്ന ഫോമിൽ ഇവിടെ വീണ്ടും ബെൻസീൻ റിംഗ്. അപ്പോൾ ഈ ഫോമിൽ അസോ കോമ്പൗണ്ട് ഡൈസ് ഫോം ചെയ്യും. ഇതിനാണ് നമ്മൾ കപ്ലിംഗ് റിയാക്ഷൻ എന്ന് വിളിക്കുക. ഈ കപ്ലിംഗ് റിയാക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡയസോണിയം സാൾട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ ഇത് N2+ഉം X- ആണ്. ഈ N2+ ഈ ഒരു റിങ്ങിൻ്റെ ഈ പാർട്ട് വിൽ ആക്ട് ആസ് എൻ ഇലക്ട്രോഫൈൽ. ഇതൊരു ഇലക്ട്രോഫൈലാണ്. ഈ ഇലക്ട്രോഫൈൽ ഫീനോളിൻ്റെ നോർമലി അത് ഫീനോക്സൈഡ് ഫോമിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, നമുക്ക് തൽക്കാലം ഫീനോൾ തന്നെ എഴുതാം. ഈ ഫീനോളിൻ്റെ ഫീനോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓർത്തോ പാരാ പൊസിഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിച്ച് ആയിരിക്കും. അങ്ങനെ ഈ ഇലക്ട്രോൺ റിച്ച് ആയ ഫീനോളിൻ്റെ ഓർത്തോ പാരാ പൊസിഷനിലേക്ക് പോകാനുള്ള ടെൻഡൻസി എന്ന് പറയുന്നത് ഈ ഇലക്ട്രോഫൈൽ കാണിക്കും. പക്ഷേ ഓർത്തോ പാര എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്തോ പൊസിഷനിൽ പോകാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം ഓർത്തോ പൊസിഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി സ്റ്റെറിക് ഹിൻഡേഡ് ആയിരിക്കും കമ്പാരിറ്റീവ്ലി. കാരണം ഇയാൾ ഒരു ബൾക്ക്നെസ് കൂടി ഇലക്ട്രോഫൈലാണ്. അപ്പോൾ ഇത് എപ്പോഴും പ്രിഫർ ചെയ്ത് പൊസിഷനിലേക്ക് പോകാനാണ്, ഇത് പ്രിഫർ ചെയ്യുക ഈ പൊസിഷനിലേക്ക് പോകാനാണ്. എന്നിട്ട് ഇവിടുത്തെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യും. അതാണ് നമ്മളിവിടെ കൊടുക്കുമ്പോൾ H അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് എഴുതുന്നത്. അപ്പോൾ ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് ഈ N2 പോയിട്ട് ഇവിടെ ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ കെമിക്കൽ ഫോർമുല ഓഫ് ഹിൻസ്ബർഗ് റിയേജൻ്റ് ഇസ്. ഒരു ഹിൻസ്ബർഗ് റിയേജൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് C6H5SO2Cl ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻവേർട്ട് ഷുഗർ ഇസ് എ മിക്സ്ചർ ഓഫ്. നമുക്ക് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ എന്താണെന്നറിയാം. നമ്മൾ കെയിൻ ഷുഗർ ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്. അതിനെ നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഇൻവേർഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻവേർട്ട് ഷുഗർ ഇസ് എ മിക്സ്ചർ ഓഫ്. നമ്മൾ ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ നമുക്ക് അറിയുന്നതാണ്. നമ്മൾ കെയിൻ ഷുഗറിൻ്റെ ഹൈഡ്രോളിസിസ് നടത്തിയിട്ട് അതിനെ ഗ്ലൂക്കോസും അതുപോലെ ഫ്രാക്ടോസും ആക്കി മാറ്റാണ്. ഇതിൻ്റെ കെയിൻ ഷുഗറിൻ്റെ പ്രത്യേകത അത് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്. ഇനി നമ്മൾ അതിനെ പിന്നെ ഗ്ലൂക്കോസും ഫ്രാക്ടോസും ആക്കി മാറ്റി കഴിഞ്ഞാൽ അതിലത്തെ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഡെക്സ്ട്രോ റൊട്ടേറ്ററി തന്നെയാണ്, പോസിറ്റീവ് റൊട്ടേഷനാണ്. പക്ഷേ ഫ്രാക്ടോസ് എന്ന് പറയുന്നത് നെഗറ്റീവ് റൊട്ടേഷനാണ് കാണിക്കുന്നത്. വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്ലൂക്കോസിൻ്റെ ഡെക്സ്ട്രോ റൊട്ടേറ്ററിനേക്കാളും കൂടുതൽ ഫ്രാക്ടോസിൻ്റെ ലീവോ റൊട്ടേറ്ററിയാണ്. അപ്പം നെറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മിക്സ്ചർ എന്ന് പറയുന്നത്, അതായത് ഗ്ലൂക്കോസ് പ്ലസ് ഫ്രാക്ടോസ് എന്ന് പറയുന്നത് ഒരു ലീവോ ആയിരിക്കും, മൈനസ് സൈനാണ് കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആയ കെയിൻ ഷുഗർ ഒരു മിക്സ്ചർ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രാക്ടോസ് ആയിട്ട് മാറി. പക്ഷേ അതിൻ്റെ ടോട്ടൽ റൊട്ടേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അങ്ങനെ പോസിറ്റീവ് റൊട്ടേഷൻ, നെഗറ്റീവ് റൊട്ടേഷൻ ഡെക്സ്ട്രോ ലേവോ ആയിട്ട് മാറുന്നതുകൊണ്ടാണ് നമ്മളിതിനെ ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത കാര്യം, ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഡി ഗ്ലൂക്കോസും ഡി ഫ്രക്ടോസും ആണ്. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണ് ഡി എന്ന് പറയുന്നതിന് ഓപ്റ്റിക്കൽ റൊട്ടേഷനുമായിട്ട് ഒരു ബന്ധവുമില്ല. ഡി എന്ന് പറയുന്നത് അതിൻ്റെ റിലേറ്റീവ് കോൺഫിഗറേഷനാണ്. ഓക്കെ, ഡി ഗ്ലിസറാൾഡിഹൈഡുമായിട്ടുള്ള സിമിലാരിറ്റി ഉള്ളതുകൊണ്ടാണ് ഡി കൊടുത്തിരിക്കുന്നത്, മറ്റേ ഡി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിയും ഡെക്സ്ട്രോ ആയിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ക്യാപിറ്റൽ ഡി അല്ലേ, അത്
ഏത് റിലേറ്റീവ് കോൺഫിഗറേഷൻ ആണ് അതിന് സ്മോൾ ഡി ആയിട്ട് അല്ലെങ്കിൽ പ്ലസ്സോ മൈനസോ ആയിട്ട് ഒരു ബന്ധവുമില്ല. ഡി കോൺഫിഗറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പ്ലസ്സും വരാം മൈനസും വരാം. അതുപോലെ ഡി കോൺഫിഗറേഷൻ വരുമ്പോൾ പ്ലസ്സും വരാം മൈനസ് വരാം. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ആക്ച്വലി ഡി പ്ലസ് ഗ്ലൂക്കോസും ഇത് ഇവിടെ കൊടുത്തുള്ള ഡി മൈനസ് ഫ്രക്ടോസും ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മൈനസ് പ്ലസ് സൈൻ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആൻസർ എടുക്കാം ഡി ഗ്ലൂക്കോസ് പ്ലസ് ഡി ഫ്രക്ടോസ് ആണ് നമ്മുടെ ആൻസർ വരിക. ഓപ്ഷൻ എ ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഹോർമോൺ? ഓക്കെ, തൈമിൻ ആണ് നമ്മുടെ ആൻസർ, ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ടർ സോല്യബിൾ വൈറ്റമിൻ ഇസ്? നമുക്കറിയാം വാട്ടർ സോല്യബിൾ വൈറ്റമിൻ എന്ന് പറയുന്നത് ബിയും സിയും ആണ് വാട്ടർ സോല്യബിൾ വൈറ്റമിൻ എന്ന് പറയുന്നത്. മറ്റ് ബാക്കി എ ഡി ഇ കെ എന്നൊക്കെ പറയുന്നത് ഫാറ്റ് സോല്യബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ വരിക ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്യൂണ എസ് ഇസ് എ സിന്തറ്റിക് പോളിമർ? ബ്യൂണ എസ് എന്ന് പറയുന്നത് നമുക്കറിയാം സിന്തറ്റിക് പോളിമർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ബ്യൂണ എസ് ഇസ് എ, ബ്യൂണ എസ് എന്ന് പറയുന്നത് നമുക്കറിയാം ബ്യൂണ എസ് എന്ന് പറയുന്നത് ബ്യൂട്ടാഡൈൻ്റെയും അതുപോലെ തന്നെ സ്റ്റൈറിൻ്റെയും സിന്തറ്റിക് പോളിമറാണ് ബ്യൂണ എസ്. അപ്പോൾ ഇറ്റ്സ് എ സിന്തറ്റിക് പോളിമർ, ഓപ്ഷൻ ബി ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ബയോഡിഗ്രേഡബിൾ പോളിമർ വിച്ച് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം ഗ്ലൈസിൻ ആൻഡ് അമിനോ കാപ്രോയിക് ആസിഡ് ആർ? അപ്പോൾ ഇതിൽ നൈലോൺ 2 നൈലോൺ 6 എന്ന് പറയുന്ന ബയോഡിഗ്രേഡബിൾ പോളിമറാണ്. അതുപോലെ PHBV എന്ന് പറയുന്നത് ബയോഡിഗ്രേഡബിൾ പോളിമറാണ്. ഇതിൽ ഗ്ലൈസിൻ ആൻഡ് അമിനോ കാപ്രോയിക് ആസിഡിൻ്റെ പോളിമറൈസേഷൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുന്നത് നൈലോൺ 2 നൈലോൺ 6 ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടൈപ്പ് ഓഫ് പോളിത്തീൻ വിച്ച് ഈസ് കെമിക്കലി ഇനേർട്ട് ആൻഡ് മോർ ടഫ്? മോർ ടഫ് എന്ന് പറയും, മോർ ടഫ് ആൻഡ് ഹാർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ്, HDP ആണ്, ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ദ റിസെപ്റ്റർ പ്രോട്ടീൻസ് ആർ എംബഡഡ് ഇൻ ദി സെൽ മെമ്പറിൻ? ഓപ്ഷൻ ബി. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് അറിയുന്ന കാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ഫുഡ് പ്രിസർവേറ്റീവ്സ് പ്രിവെൻറ്റ് സ്പോയിലേജ് ഓഫ് ഫുഡ് ഡ്യൂ ടു മൈക്രോബിയൽ ഗ്രോത്ത്. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് പ്രിസർവേറ്റീവ്സ്? ഓക്കെ, നമുക്കറിയാം സോഡിയം ബെൻസോയേറ്റ് ഉപയോഗിക്കാറുണ്ട്, ടേബിൾ സാൾട്ട് ഉപയോഗിക്കാറുണ്ട്, വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ പ്രിസർവേറ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓൾ ഓഫ് ദി എബോവ്, ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, നോറാഡ്രിനലിൻ ഇസ് എൻ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്, അറിയുന്നതാണ്, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, വിച്ച് ലാന്തനോയിഡ് ഡസ് നോട്ട് ഒക്കർ നാച്ചുറലി? PM ആണ്, പ്രോമെത്തിലിയം ആണ്, PM ആണ് നമ്മുടെ ഓപ്ഷനായിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, വിച്ച് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ഹാസ് അൺഈക്വൽ ബോണ്ട് ലെങ്ത്? അപ്പോൾ എയും ബിയും സി ഈക്വൽ ആവാൻ വേണ്ടി പാടില്ല. ആൻഡ് ഓൾ ആക്സിയൽ ആംഗിൾസ് ആർ അൺഈക്വൽ ആൻഡ് ഡിഫറെൻറ്റ് ഫ്രം 90 ഡിഗ്രി ട്രൈക്ലിനിക് ആണല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി.